ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാച്ചൂസ് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബീഫ് കറി തയ്യാറാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബീഫ് കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അതാ കണ്ടല്ലോ, ഇത് തയ്യാറാക്കിയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. നല്ല ടേസ്റ്റാണ്, ഇത് അടിപൊളി മണവുമാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് കറി തയ്യാറാക്കാൻ വേണ്ടി കുക്കർ എടുത്ത് വയ്ക്കുക. കുക്കറിലാണ് ബീഫ് ഇച്ചിരി വേഗമുള്ള സാധനം ആയതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിലോട്ട് ആദ്യം തന്നെ സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സവാള ചെറുതായിട്ടൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്തു. ആദ്യം സവാള ചേർത്ത് കൊടുത്തു, പിന്നെ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. ഇതൊരു 3/4 കിലോളം ബീഫുണ്ട്, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയുള്ള കണക്കിനാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി ഒരു കുറച്ച് കൂടുതലൊന്നും എടുക്കുക, നിങ്ങളുടെ കയ്യിലുള്ള അളവെടുക്കുക. ഒരു 10-15 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അത്രയും എടുക്കുക. പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അതൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്, ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. പിന്നെ ഇനി മുളക് പൊടി അതൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല പൊടിയാണ്, അതൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ചിക്കൻ മസാല, അത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ബീഫ് നല്ലതുപോലെ ഒന്ന് ഇതിലോട്ടൊന്ന് മിക്സാക്കി എടുക്കും. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതിയാകും. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ചേർത്താൽ മാത്രമേ നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇറച്ചിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുക, ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു 4 വിസിലിനാണ് ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. ദാണ്ടെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം 1/2 ഗ്ലാസ്സാണ് ഒഴിച്ചത്, അതിനുള്ളതേ ഇതിലുള്ളൂ. എന്നിട്ട് ഇനി മറ്റൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് ഇത് വെളിച്ചെണ്ണയാണ്, ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലോട്ട് തന്നെ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിനി കുറച്ച് സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാളയും വറ്റൽമുളകും നമുക്ക് ഇതിലോട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ചെറിയ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ല മൊരിഞ്ഞതിന് ശേഷമാണ് നമുക്കിനി ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് കറിയാക്കി എടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഈ സവാളയൊക്കെ ഒന്ന് മുരിഞ്ഞ് ഒന്ന് ആയതിന് ശേഷം നല്ല അങ്ങ് കരിഞ്ഞു പോകുന്ന മുരിച്ചലൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇത് കറക്റ്റ് പാകമാണ്. ഈ സമയത്തിൽ നേരത്തെ ബീഫ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക, അരപ്പ് ഉൾപ്പെടെ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് അരപ്പ് മൊത്തം ആയിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ചെറിയ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. വെളിച്ചെണ്ണ സെപ്പറേറ്റ് നമ്മൾ ഇതുപോലെ ചൂടാക്കി ഈ സവാളയും വറ്റൽമുളകൊക്കെ ഇട്ടതിന് ശേഷം ഇതിലോട്ട് ഇനി കറിവേപ്പിലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് കറിവേപ്പില ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്, ഞാൻ അധികം ചേർക്കുന്നില്ല. എന്നിട്ട് ദാണ്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ അടിപൊളി ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഒത്തിരി ഇട്ടിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് തണ്ട് ഇതുപോലെ കോരി വയ്ക്കുന്നുണ്ട്. ഈ ഒരു അരപ്പും 2-3 പീസൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ബീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.